ഗൗരി ഒരു ചായ ഇട്ടോ. പാലില്ല. കട്ടനാ നല്ലത്. എന്നാ ഒരു പരിപ്പോടും പഴംപൂരിയും കൂടെ എടുക്കാം ഈ ഗൗരി വിലാസം ടീ ഷോപ്പിൽ നിന്ന്. ഇതെന്റെ സ്വന്തം വീടല്ലേ. അതിന് ടെലിഫോൺ കട്ടായിട്ട് ഇന്ന് ഒരാഴ്ചയായി. ഇലക്ട്രിസിറ്റി ബില്ല് ദാ ഇന്നോ നാളെയോ, വാട്ടർ ബില്ല്, പത്രം ദാ. അങ്ങനെ ദാരിദ്ര്യത്തിൽ നിന്നും ഒരു ജീനിയസ് കൂടി ജനിക്കുന്നു. ഈ ഗ്യാസിന്റെയും ഫീസിന്റെയും കാര്യം നീ മറന്നുപോയോ? അയ്യോ, എന്താടോ? തലവരെ മായ്ക്കാൻ പറ്റുമോ നോക്കിയതാ. അതിന് എഴുതാപ്പുറം വായിക്കാൻ പറ്റുമോ? ഹരിയേട്ടാ, എന്തോ കല്യാണം കഴിഞ്ഞ എൻഗേജ്മെന്റ് ഇമ്പോർട്ടൻസ് ഉണ്ടോ? എങ്ങനെ? ഗൗരി, എന്റെ ശകുന്തവളെ, ഇത് ഊരിയ നീ എന്നെ മറന്നുപോയാലോ? ഇനി ചായ വേണ്ട. അതെന്താ? കൊച്ചവിടെ ചായ ഉണ്ടാക്കി തുടങ്ങി. ഏത്, നിങ്ങളുടെ കാണാപ്പാടത്തിലെ നായികയോ? കാണാപ്പാടം അല്ലടോ, ബൈ ഹാർട്ട്. അല്ല, ഇനി ആ കഥയും കൈവിട്ട് പോവോ? കൈവിട്ട് പോവില്ല, മുറുക്ക പിടിച്ചിട്ടുണ്ട്. ചേടാ, രാവിലെ വരാന്ന് പറഞ്ഞിട്ട് ഇത്ര നേരമായിട്ടൊന്നും കാണുന്നില്ലല്ലേ. ഞാനിപ്പോ ആ ചെക്കനെ എങ്ങനെ ഒന്ന് കാണും. ഈ അപ്പോൾ ഇങ്ങനെ മോൻ വീർപ്പിച്ചോണ്ടിരുന്നാൽ എങ്ങനെ? അപ്പൊ എന്തെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞ് സന്തോഷമായിരിക്കാനുള്ള സമയമല്ലേ ഇപ്പൊ? അല്ലയോ അനുച്ച? ആനേ, സന്തോഷിക്കാനുള്ള സമയം കർത്താവിനെ ഓർത്ത് നിങ്ങൾ എന്നെ കൊണ്ട് ഈ പാപം ചെയ്യിക്കരുത്. എലിസബത്ത് ഈ ഗബ്രിയലിനോട് പൊറുക്കുകയല്ല. അമ്മച്ചി ഹാപ്പി ആവും അപ്പ. അല്ലയോ അനുച്ച? നമ്മളൊരു നല്ല കാര്യമല്ലേ ചെയ്യാൻ പോകുന്നത്. ജീവകാരുണ്യം, പാവപ്പെട്ടവരെ സഹായിക്കുമ്പോൾ സ്വർഗവാതിൽ നമുക്കായി തുറക്കപ്പെടുന്ന അങ്ങനെയല്ലേ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. ജൂലി, നീ മിണ്ടാതിരി. ബൈബിളിന്റെ പേരും പറഞ്ഞ് നീ എന്നെ അങ്ങനെ വിട്ടുവേഷം കെട്ടിക്കട്ട. ഇതൊക്കെ നിന്റെ പ്ലാനാന്ന് എനിക്ക് നല്ലപോലെ അറിയാം. എന്നെ ഏതെങ്കിലും ഒരു വൃദ്ധസദനത്തിൽ കൊണ്ടാക്കും. അതിനുള്ള കാശ് എത്ര വേണമെങ്കിലും എന്റെ കയ്യിലുണ്ട്. അതൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാമേ. ഈ വൃദ്ധസദനം എന്ന് പറഞ്ഞാൽ എന്നതാ? അതൊരു തരം കച്ചവട സ്ഥാപനം തന്നെ. കാശ് മാത്രമേ അവർക്ക് നോട്ടുള്ളപ്പാ. അന്തേവാസികളെ നേരം വേണം നോക്ക പോലുമില്ല. അല്ലയോ അനുച്ച? ആനേ, നിന്റെ തൊള്ള തളച്ച ആനേ മാത്രമേ ഉള്ളൂ. ഈ പിശാചുക്കളുടെ കയ്യിലായി പോയല്ലോ എന്റെ ജീവിതം. എലിസബത്ത്, നീ എന്നെ കൂടെ അങ്ങോട്ട് വിളിക്കാത്തതെന്താ? ഓ, ഈ ഒരു അപ്പൻ. ഇത്രയും കാലം എന്റെ അപ്പനായി ജീവിച്ചിട്ട് ഇച്ചിരി പോലും അനുസരണശീലം പഠിക്കാനുള്ള സന്മനസ് കാണിച്ചില്ല എന്ന് വെച്ചാല്. എന്നാ പിന്നെ നമ്മുടെ കൂടെ കാലിഫോർണിയയിലേക്ക് വന്നൂടെ നിങ്ങളുടെ അപ്പന്? ജൂലിയോട് മിണ്ടാതിരിക്കാൻ പറ. ജൂലി, കണ്ടോ കണ്ടോ, അപ്പന് അമേരിക്കയിലേക്ക് വരാൻ തീരെ താല്പര്യമില്ല. അല്ലയോ അപ്പ? എന്റെ പേര് ഗബ്രിയേൽ എന്ന് വെച്ചാൽ ദൈവത്തെ അനുസരിക്കുന്നവൻ, അല്ലാതെ പിശാചിനെ അനുസരിക്കുന്നവന്നല്ല. അപ്പൊ ഇനി തീരുമാനത്തിൽ ഒരു മാറ്റവും ഇല്ല. ചുള്ളനായി കൊച്ചിനെയും കണ്ട് ഇഷ്ടപ്പെട്ട് സമ്മതം മൂളി കല്യാണവും കഴിച്ച് മകന്റെ അനുഗ്രഹം വാങ്ങിച്ച് നല്ല അപ്പനായി ജീവിക്കും. അപ്പൊ ആ കന്നഡ വന്നേ. 20-ാം നൂറ്റാണ്ടിലെ കന്നഡയാ. കന്നഡ ഇല്ലെങ്കിൽ എനിക്കൊന്നും കാണാൻ പറ്റത്തില്ല. ഇതില്ലാതെ കാണുന്നതൊക്കെ കണ്ടാ മതി. ഇപ്പൊ അപ്പനെ കണ്ട ഒട്ടും പ്രായം തോന്നുകയല്ല. അല്ലയോ? അന്നാമ്മേ, അന്നാമ്മേ, ഞാനിവിടെ ഉണ്ട് വെച്ചേ. എന്താണ്? അതെ, എന്റെ കണ്ണട തപ്പുമായിരുന്നു. ഓ, അതെവിടെ വെച്ചൊന്നും ഓർക്കുന്നില്ല. നീ അതെങ്ങാനും കണ്ടായിരുന്നോ? ഇതെന്നാ ചോദ്യമാണ് കൊച്ചേ? സമയം എത്ര എന്നാണ് കൊച്ചിന്റെ വിചാരം? അതെ, നേരെ വിരട്ടി കഴിഞ്ഞാൽ എനിക്ക് കണ്ണു കാണാൻ പോലെന്ന് കൊച്ചിനെ അറിയാൻ പാടില്ലേ? വരുമെന്ന് ഉറപ്പിച്ച് പറഞ്ഞല്ലോ അവര്. ഇനി അവര് വരുമെന്ന് തോന്നണില്ല. വെറുതെ മോഹിപ്പിച്ചു. കണ്ണടയില്ല, ഞാൻ എങ്ങനെ അങ്ങോട്ട് പോന്നേ? കൊച്ചേ, അന്നാണ് തോന്നണത്. ഓ, ഇതാരാണ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചത്? മനുഷ്യനെയും കൊല്ലേ. ഈ കുതിരാണത്തിന്റെ ഒച്ചയും കുറഞ്ഞില്ലല്ലോ. ഓ, നാശം. ആരാ? മീത്തലക്കുഴിയില് ഗബ്രിയല്. കേറ്, കേറ്, കേറ്. കേറ്. പുറത്ത് നിൽക്കാതെ കേറി വാ. വാ, വാ. കേറി വാ. അകത്തേക്ക് വാ. കേറി വാ. വാ. വാ, വാ. എന്താ വൈകി? വീട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായ? ഇല്ല, ഈ TV ഒന്ന് ഓഫാക്കിയിരുന്നെങ്കിൽ നന്നായിരുന്നു. എനിക്കൊരു ആയുധം വേണം. ഇന്ന് രാത്രി 9 മുതൽ
എനിക്കൊന്നും ഈ നേരത്തെ ചാലോൻ ടി വി കാണുന്ന ശീലമാണ്. അത് കൊച്ചും കാണും. കൊച്ചേ ഈ വന്നിരിക്കുന്ന ആരാണെന്നോ അറിയാമാ? മീത്തലക്കുഴിയിലേ. അതേ അവക്ക് നാണമാ. ഇതാണോ നാണം? അതേ അവൾ വരാത്തതേ നാണം കൊണ്ടിട്ടാണ്. അയ്യോ അന്നാമേ ഒന്നിങ്ങി വരാവോ? ദേ വന്നി. അയ്യോ ഛെ. എന്താണ് കൊച്ചേ? ഹ, ഞാനിവിടെ വെച്ചിരുന്ന കേക്ക് എവിടെയാടി? അത് അവിടെ കണ്ടുണ്ടായല്ല. ഞാനത് എവിടെയാണ് വെച്ചത്? ഇതെന്താ നനഞ്ഞിരിക്കുന്നേ? അപ്പൻ നെർവസ് ആയെന്ന് തോന്നുന്നു. അപ്പൊ അപ്പൊ റിലാക്സ്. cool down. എന്നാ ഞങ്ങളൊന്ന് പെട്ടെന്ന് പുറത്തേക്ക് പോയിച്ച് പെട്ടെന്ന് തിരിച്ചു വരാം. അതെ, നിങ്ങൾക്ക് തമ്മി തമ്മി പലതും സംസാരിക്കാനുണ്ടാവുമല്ലോ. സംസാരിച്ചോളൂ. ഇപ്പൊ വരാവേ. അമ്മച്ചി വാ. ആ ഇത് എന്നെ എങ്ങാടാണ് കൊണ്ടുപോണത്? വാ പറയാം. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇപ്പൊ പറയാം. ഇപ്പൊ സംസാരിച്ചാ തീരുന്ന വിശേഷങ്ങളാണോ നമുക്ക് തമ്മി പറയാനുള്ളത്? കിടക്കുമല്ലോ ജീവിതം അങ്ങ് നീണ്ടു നിവർന്നു. ആര് കിടക്കുന്ന കാര്യവാ? ആ കൊച്ചിലെ എഞ്ഞിനാന്നോ? എങ്ങനെ? ഇതുപോലെ തമാശ പറയുന്ന കൂട്ടത്തിലല്ലയോ? തമാശയൊക്കെ കൊള്ളാം, പക്ഷെ എനിക്ക് പറയാനുള്ള കണ്ടീഷൻസ് ഞാൻ ആദ്യമേ അങ്ങോട്ട് പറയാം. വാങ്ങിത്തന്ന എന്തും കഴിക്കും, ഷവർമ്മ ഒഴിച്ച്. പിന്നെ കല്യാണത്തിന് മാത്തുകുട്ടി ചായനെ നിർബന്ധമായിട്ടും വിളിച്ചിരിക്കണം. അതിലൊരു പകതീർക്കലിന്റെ സുഖമുണ്ട്. എന്നെ വേണ്ടെന്ന് വെച്ചോനാ. സംഭവമൊക്കെ സമയമാകുമ്പോഴേ വിസ്തരിച്ച് പറയാം. പിന്നെ ഒരന്ത്യാഭിലാഷമുണ്ട്. ദേ പറയാൻ പോവാന്നേ. ഹണിമൂണിന് നമുക്ക് വത്തിക്കാനി തന്നെ പോണം. ജോബേ, ആ ഓനച്ചനോട് വണ്ടി ഇറക്കാൻ പറ.